ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ സെക്കൻഡ് എപ്പിസോഡ്, അതായത് ഇൻട്രോ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് എപ്പിസോഡും അതുപോലെ തന്നെ ലൈവും അതിന്റെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു അവിയൽ പരുവത്തിലാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ജിസേൽ ആൻഡ് റെന ഫാത്തിമയാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഭയങ്കരമായിട്ട് അവരാണ് സ്കോർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കാരണം നമ്മുടെ ജിസേലിനെ കുറിച്ച് നമുക്ക് അറിയാം, ഓൾറെഡി ഹിന്ദിയിലൊക്കെ പ്രൂവ് ചെയ്തിട്ട് വന്നൊരു വ്യക്തിയാണ്. സോ റെന ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി, ആള് 19 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നുള്ളത് അവിടെയുള്ള എല്ലാവരെക്കാളും നല്ല മെച്യൂരിറ്റിയോടെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഗെയിമിനെ കുറിച്ചൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് അറിയാം. കാരണം ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പുള്ളി നമ്മുടെ മുൻഷി രഞ്ജിത്തിന് ആള് പറഞ്ഞു എനിക്ക് ഒരപ്പനേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു എനിക്ക് എന്താ പിന്നെ രണ്ടപ്പനാണോ എന്നൊക്കെ ചോദിച്ചു. സോ ആ ഒരു ഡയലോഗിൽ തന്നെ നമ്മൾ എന്താണ് ആ റെന ഫാത്തിമയുടെ ആ ഒരു സ്പാർക്ക് നമ്മൾ കണ്ടുപിടിച്ചാണ് ഗൈസ്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് കിടക്കാം. നമ്മുടെ ജസയിലാണെങ്കിൽ അടിപൊളിയായിട്ട് ഫയർ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ഗ്രൂപ്പിസം അതൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നല്ല ഓപ്പൺ ആയിട്ട് അടിച്ചടിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട്. സോ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ജസേലിന് വേണ്ടി തന്നെയാണ് കേട്ടോ. സോ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഷനാസ്, പിന്നെ ആര്യന്, അപ്പാനി, പിന്നെ നമ്മുടെ അഭിലാഷ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളുടെ പുറകെയാണ് ഗൈസ്. അപ്പം അനുമോൾ ആണെങ്കിൽ ആക്ച്വലി നമ്മുടെ അപ്പാനിക്ക് പെടലി വേദനയായിരുന്നു. അപ്പം ഷനാസ് നമ്മുടെ അനുമോളോട് പറഞ്ഞു അങ്ങനെ പെടലി വേദന. അപ്പൊ പുള്ളിക്കാരി നോർമലി അതൊരു എന്താണ് ചിലപ്പോൾ തലവണ്ണ വെച്ച് കിടന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി പോയി. സോ ഷനാസ് എന്ത് ചെയ്തു, ഓടി ചെന്ന് മറ്റവന്മാരെ എല്ലാവരും പറഞ്ഞു ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്, ഇവള് പറഞ്ഞു ഡോക്ടറൊക്കെ ചുമ്മാ മരുന്ന് എഴുതി തരുന്ന വെറുതെ പൈസയ്ക്ക് വേണ്ടിയിട്ടാകും, കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. സോ അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ പുള്ളിക്കാരി വന്നു പറഞ്ഞതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് റെന ഫാത്തിമേനെ പോലെ തന്നെ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ആ ഒരു സ്പാർക്ക് തോന്നിയ ഒരു പുള്ളിക്കാരിയാണ് നമ്മുടെ ഡോക്ടർ കുട്ടി. സോ പുള്ളിക്കാരി എല്ലാം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ അനുമോളെ ഒന്ന് കരയിപ്പിച്ചു നമ്മുടെ ഷാനവാസ്. സോ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അണ്ടർവെയറിന്റെ പ്രശ്നം അവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അനുമോള് വന്നിട്ട് നമ്മുടെ ഗസേലിന്റെ അണ്ടർവെയർ ഒക്കെ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഈ ആര്യനും ഈ 4 അവന്മാരും കൂടെയാണ് വന്നിട്ട് ഇത് ആരുടെയാ നിന്റെ ആണോ എന്നൊക്കെ ചോദിച്ചു അനുമോളോട് ചോദിച്ചു. സോ പുള്ളിക്കാരി അത് അല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പ്രശ്നമായിട്ടൊരു പൊട്ടിത്തെറിയായിട്ട് അവിടെ നമ്മുടെ അനുമോള് കുറച്ച് കരയാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ കരയത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നതാണ്. പക്ഷെ പുള്ളിക്കാരിനെ നമുക്കൊരു ക്യാരക്ടറൊക്കെ അറിയാം, ഭയങ്കര പാവമായിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ പുള്ളിക്കാരി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം പിന്നെ ഒരു ചായ പ്രശ്നം നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ ഗസേലും കൂടെ വന്നു. അതായത് പുള്ളിക്കാരിക്ക് ജസേലിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് വേണ്ട, പക്ഷെ നമ്മുടെ അനുമോൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് വേണ്ട. അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ചായ എടുത്തു ഇങ്ങനെ പറഞ്ഞ് കുറച്ച് സില്ലി പ്രശ്നങ്ങളൊക്കെ അതൊരു പ്രശ്നങ്ങൾ വന്നു. സോ പക്ഷെ എനിക്ക് ജസേലിന്റെ ഒരു ക്യാരക്ടറിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പുള്ളിക്കാരി ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുമോളോട് പോയി സംസാരിച്ച് അവരെ പ്രശ്നമൊക്കെ തീർന്ന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വന്നു കേട്ടോ. പിന്നെ അവിടെ വന്നൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് നമ്മുടെ ജസേലിന്റെ അടുത്ത് തോണ്ടാൻ വേണ്ടി തുടങ്ങി. അതായത് പുള്ളിക്കാരിക്ക് ഡ്രസ്സ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരിനെ നോമിനേറ്റ് ചെയ്തത്. സോ അത് പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ട്. അപ്പോ അത് പുള്ളിക്കാരി പോയിട്ട് നമ്മുടെ ഷാനവാസിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ഇന്നത്തെ കാലത്ത് പുള്ളിക്കാരൻ മറ്റേ സീത എന്ന് പറഞ്ഞ സീരിയലിനകത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ച ഒരാൾക്ക് ഡ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷെ ആക്റ്റീവായിട്ട് പുള്ളി കളിക്കുന്നുണ്ട്. സോ പിന്നെ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ആളായിരുന്നു നമ്മുടെ അനീഷ്. പക്ഷെ ക്യാപ്റ്റൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അനീഷ് സ്കോർ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അനീഷിന്റെ പുറകെയാണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞ ഈ ഗ്യാങ് ഉണ്ടല്ലോ, ഈ 4 ഗ്യാങ്ങുകൾ, അപ്പം അവര് പോയി ജിസേലിട്ട് വീണ്ടും ചൊറിയാൻ തുടങ്ങി. നീ ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, നീ എന്തെങ്കിലും കുറച്ച് ആക്റ്റീവ് ആയിക്കൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അപ്പാനി പോയി പറഞ്ഞ് ഒരു തോണ്ട് വാങ്ങിയിട്ട് തിരിച്ച് നല്ല മാന്ത് വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ മേക്കപ്പിനെ കുറിച്ചും ഡ്രസ്സിനെ കുറിച്ചും പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അത് നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പുള്ളിക്കാരി എന്താണ് ഒരു മോഡലും കൂടിയാണ്, ആ ഒരു മോഡലാണ്. എന്നിട്ട് പുള്ളിക്കാരിയുടെ ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ മതിയോ എന്ന് പറഞ്ഞ അപ്പാനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞു, എന്താണ് നിങ്ങൾ ഒരു ഗ്രൂപ്പല്ലേ, നിങ്ങൾ അനീഷിന്റെ പുറകെ അല്ലേ, പിന്നെ നിങ്ങൾ അനുമോളെ കരയിപ്പിച്ചില്ലേ, ഇപ്പൊ നിങ്ങൾ എന്റെ പുറകെ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ സത്യങ്ങളും പുള്ളിക്കാരി പച്ച പോലെ വെട്ടി തുറന്നു പറഞ്ഞു. അപ്പൊ അവർക്ക് തോന്നി അയ്യോ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് ജിസേലിനെ അങ്ങ് ഭയങ്കര പൊക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും പുള്ളിക്കാരിയുടെ കൂടെയാണ് ഇവന്മാര് നിൽക്കുന്നത്. സോ നമ്മുടെ അനിമോളും ജിസേലും കൂടെ അവിടെ തൂത്തുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ജിസേൽ എന്ത് ചെയ്യുന്നു അതിനാണ് ഇവന്മാർ സപ്പോർട്ട് അടിക്കുന്നത്. സോ അനിമോക്ക് അത് ചെറുതായിട്ടൊന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പത്തേക്ക് നമ്മുടെ രേണുവും പിന്നെ നമ്മുടെ രന ഫാത്തിമയും കൂടെ ഇരുന്നു. പുള്ളിക്കാരി പറയുന്നത് അടിപൊളിയായിട്ട് അവിടുത്തെ ഉള്ള ഒറ്റ മണ്ടന്മാർക്കും കിട്ടാത്തൊരു കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് പുള്ളിക്കാരി പറഞ്ഞത് നമ്മളെല്ലാവരും മറ്റേ അനീഷേട്ടന്റെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അനീഷേട്ടന് എന്തായാലും ഒരു പെർസെൻറ്റേജോളം വോട്ട് കിട്ടും, ബാക്കി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തേ കിട്ടുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് 19 വയസ്സാണെങ്കിലും നല്ല രീതിക്ക് പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പോയി ചോദിക്കുന്നു, പിറക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. സോ എനിക്ക് ആദ്യമേ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു വരുന്നു. നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും പോയി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ രേണു ചേച്ചി അങ്ങോട്ട് പഴയ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് പുള്ളിക്കാരി വെച്ചോണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ രേണുവിനോട് ചോദിച്ചിട്ട് തന്നെ പെർമിഷനൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതായത് വീട് ചോർന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, അതെങ്ങനെ അവർക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കാനിരുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ആദില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രേണു ചേച്ചി വീണ്ടും പഴയ ആ ഒരു കളത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് അവിടെ 5-ാം തീയതി സുധിച്ചേട്ടന്റെ മറ്റേ ഫംഗ്ഷൻ വന്നപ്പോൾ ഈ ക്യാമറമാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിരുന്നപ്പോൾ മഴ പുള്ളിക്കാരന്റെ മേത്തേക്ക് വീണു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ചോദിച്ചത്, അല്ലാതെ ഞാൻ പറഞ്ഞു ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നും അല്ല, ക്യാമറയോട് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും ഞാൻ പറഞ്ഞതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ അനുമോൾ അവിടെ കൗണ്ടർ അടിച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു വീട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ പറയാമോ? അപ്പൊ പുള്ളിക്കാരി ഞാൻ കേട്ടു, ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉരുളുന്നുണ്ട്. സോ പക്ഷെ എനിക്ക് രേണുവിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അത്രയ്ക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. കാരണം രേണു ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ഔട്ട്പുട്ട് ഒക്കെ വിചാരിച്ചു. പക്ഷെ പേഴ്സണലി എനിക്ക് രേണു കുറച്ചുകൂടെ ആക്റ്റീവ് ആകാം, കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്ത് കളിക്കാം എന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു രേണുവിനെ ചിലവരൊക്കെ, അതായത് രേണുവിനുള്ളിൽ തന്നെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇവരോടൊക്കെ ഞാൻ സംസാരിക്കാൻ പോയാല് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്കൊക്കെ നെഗറ്റീവ് അങ്ങനെ ഒരു തോന്നൽ പുള്ളിക്കാരിയുടെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്ത് സംസാരിക്കുമ്പോൾ പുള്ളി മാറി പോയിട്ട് അതിനകത്തോട്ട് ഇടപെടാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു ഒഴിവാക്കൽ സാധനം തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അവർക്കൊക്കെ, അതായത് രേണുവിനെ ഒന്ന് അടിച്ച് താഴെയിട്ട് രേണുവിന്റെ ഹേറ്റേഴ്സ് കുറെ പേരുണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ ഒരു പോസിറ്റിവിറ്റി കിട്ടും എന്ന് കുറെ പേര് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. കാരണം അതാണ് രേണുവിന് തലവേദന വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര നെഗറ്റീവാണ്. രേണുവിന് ഫസ്റ്റ് തലവേദന വന്നിരുന്നു, അത് നെഗറ്റീവാണ്. അപ്പം ഷാനവാസിന് പെട്ടെന്ന് തലവേദന വരുന്നു. അങ്ങനെ അത് ആയിരുന്നു ഫസ്റ്റ് അവിടുത്തെ ഒരു അടി കാരണം എന്ന് പറയുന്നത്. സോ എനിക്ക് അങ്ങനെ തോന്നി, രേണുവിനെ കുറച്ച് ഒഴിവാക്കുന്ന പോലെയും അതുപോലെ തന്നെ രേണുവിനെ ഒന്ന് അടിച്ചിട്ടാ അവളുടെ നെഗറ്റീവ് ഫാൻസ് ഒക്കെ കിട്ടും എന്നുള്ള കുറച്ച് വിചാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ആർക്കും ഇപ്പൊ തുണിയൊന്നും കിട്ടിയിട്ടില്ല, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവര് ഇടുന്നു, അലക്കിയിടുന്നു, പിന്നെയും തിരിച്ചിടുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ മേക്കപ്പിനെ കുറിച്ച് നമ്മുടെ ജിസേലിനോട് പറഞ്ഞപ്പോഴത്തേക്കാണ് ജിസേൽ നമ്മുടെ അപ്പ ഞാൻ ഗുണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ റേസ് ആവുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഗുണ്ടിന്ന് പറയരുത്, അങ്ങനെ ഒരു വേർഡ് ഇല്ലാതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി അങ്ങനെ ഒരു വേർഡ് ഉണ്ട് എനിക്ക് അറിയാമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. സോ അങ്ങനെ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാരും കളിച്ച് വരുന്നു. സോ നമുക്ക് 2 ദിവസത്തെ ഒരു ഔട്ട്പുട്ട് കൊണ്ട് നമുക്ക്
ഒന്നും പറയാൻ പറ്റില്ല. സോ എന്തായാലും ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് നമ്മളെ ജിസയിൽ അടിപൊളിയായിട്ട് മുന്നേറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രന ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയും അടിപൊളിയായിട്ട്, അനീഷ് അടിപൊളി ക്യാപ്റ്റൻ ആണ്. സോ ആള് എല്ലാ കാര്യത്തിലും കിച്ചന്റെ ഒക്കെ ആണെങ്കിലും എല്ലാത്തിലും ഓടി നടന്ന്. പിന്നെ എനിക്കാണെങ്കിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു റിസംബ്ലൻസ് ഒക്കെ തോന്നുന്നുണ്ട് പുള്ളിയുടെ നടത്തത്തിലും അല്ലെങ്കിൽ പുള്ളിയുടെ സംസാരത്തിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ അങ്ങനെ പുള്ളി എല്ലാവരെയും, അതായത് വിന്യാസിനെ എല്ലാം ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ടാണ് പുള്ളിയുടെ അവിടെയുള്ള ഒരു കളി എന്ന് എനിക്ക് തോന്നുന്നു. സോ പക്ഷേ പുള്ളി ഒരു നല്ല ക്യാപ്റ്റൻ ആണ്. കാരണം എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം പറയേണ്ടത് പറയുന്നുണ്ട്. സോ എനിക്ക് ആ ഒരു ക്യാപ്റ്റൻ എന്ന അല്ലെങ്കിൽ ഒരു ലീഡർ ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താണ് കളിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. സോ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവിന്റെയും അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെയും ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അടുത്ത ദിവസത്തെ ഒരു ലൈവിന്റെയും അതുപോലെ തന്നെ വീഡിയോയുടെ ഒരു മിക്സ് ആയിട്ടൊരു ഹൈലൈറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.